ശർക്കര പാനിയാക്കുന്ന കണ്ടപ്പോൾ തന്നെ അറിയാലോ, ഇന്ന് മധുരമുള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് കല്ലുണ്ടാവും, കാരണം ഞാൻ ഒരു കട്ട ശർക്കരയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നു. അതിനുശേഷം 1 കപ്പ് അളവിൽ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂണ് റവയും അതുപോലെ 1 നുള്ള് ഉപ്പും 1 നുള്ള് സോഡപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ കുഴച്ച് വെക്കാം. അതായത് ഒരു ചപ്പാത്തി പരുവത്തിൽ, അതായത് നല്ല പോലെ ഒന്നും കുഴയണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. കാരണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, അതായത് ഒന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആ പേസ്റ്റ് പോലെ ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് വെള്ളമല്ല ചേർക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന പാനിയില്ലേ, ശർക്കര പാനി, ആ ശർക്കര പാനി ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. അതുപോലെ തന്നെ നമ്മൾ ഈ പഴവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ മാവ് നമുക്കൊന്ന് അരച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഈ പഴവും കൂടെ അരച്ച് ചേർക്കണം കേട്ടോ. ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ വരണം, അപ്പോഴേ നമ്മുടെ ആ കൂട്ട് ശരിയാവുകയുള്ളൂ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഴം ചേർത്ത് അതുപോലെ തന്നെ ബാക്കി പാനിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ആ മാവിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു 1.5 സ്പൂൺ നെയ്യും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കൂട്ടും കൂടെ ചേർക്കുന്നുണ്ട്. അതിനകത്തേക്ക് എള്ളാണ് ചേർക്കുന്നത്. എള്ളും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ഒക്കെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതായത് നമ്മൾ എണ്ണയൊന്ന് ചൂടായി വരണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ ഇതാ നമ്മളിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കും കേട്ടോ. കറക്റ്റായിട്ട് വരണം കേട്ടോ. അളവിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതായത് അതിൻ്റെ ആ പരുവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാനാണ്, കറക്റ്റ് റൗണ്ടിൽ വരാനാണ്. അപ്പം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ നമ്മളിതുപോലെ പതിയെ തിരിച്ചു മറിച്ചും വിട്ടു ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്, നെയ്യപ്പം. എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകൂടാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ താങ്ക് യു.